സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റണമെന്ന ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനും വയനാട് മണ്ഡലം സ്ഥാനാർത്ഥിയുമായ കെ. സുരേന്ദ്രന്റെ പ്രതികരണം ചൂടേറിയ ചർച്ചയാവുകയാണ് കേരളത്തിൽ. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന് സംഘപരിവാർ പറയുന്നതിന് ഒരു കാരണമേ ഉള്ളൂ. അത് ടിപ്പു സുൽത്താൻ അവരുടെ പ്രഖ്യാപിത ശത്രുവാണ് എന്നുള്ളതാണ്. ടിപ്പു സുൽത്താൻ ഇട്ട പേരാണ് സുൽത്താൻ എന്ന തരത്തിൽ പോലും ഇവർ പ്രചരണങ്ങൾ നടത്തുന്നുമുണ്ട്. ടിപ്പു സുൽത്താന്റെ ബാറ്ററി നിലനിന്നിരുന്ന സ്ഥലം എന്ന രീതിയിലാണ് പിൻകാലത്ത് ആ പേര് വന്നത്. അത് ബ്രിട്ടീഷുകാരുടെയും മറ്റും കത്തുകളിൽ പരാമർശിക്കുന്ന ഒരു അടയാളനാമം മാത്രമായിരുന്നു. അതൊരു സ്ഥലനാമമായി അവതരിപ്പിച്ചിരുന്നില്ല. പക്ഷേ ബ്രിട്ടീഷ് ഭരണം വന്നതോടെ ആ പേര് തുടർന്നു. അതിനു മുൻപ് ഈ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടമായിരുന്നുവെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം 600 വർഷത്തോളം മുൻപ് വയനാട്ടിലേക്ക് കുടിയേറിയ കുറുമ്പ്രനാട് രാജവംശവുമായി ബന്ധപ്പെട്ട രേഖകളിൽ അവിടെയുള്ള ഗണപതി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ചില സ്ഥലങ്ങളെ ചേർത്ത് ഗണപതി വട്ടം എന്ന് പരാമർശിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ഥലത്തിന് അതിനു മുൻപുള്ളത് ഒരു കന്നഡ പേരായിരുന്നു. ഈ സ്ഥലത്തിന്റെ അന്നത്തെ പേര് ഹെനരെഡ് വീഥി എന്നായിരുന്നു. അതിന്റെ അർത്ഥം 12 തെരുവുകൾ എന്നാണ്. ഹെനരെഡ് എന്ന് പറഞ്ഞാൽ 12 എന്നാണ് അർത്ഥം വരുന്നത്. സുൽത്താൻ ബത്തേരി കർണാടക രാജകുടുംബങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു. ഗംഗ, ഹൊയ്സാള, കാദംബ ഇതെല്ലാം ജൈനർക്ക് സ്വാധീനമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ബത്തേരിയിലും ഒരു പ്രധാനപ്പെട്ട ജൈന കേന്ദ്രമായാണ് ഇത് അറിയപ്പെടുന്നത്. പ്രാചീന ശിലാരേഖകളിൽ പോലും ബത്തേരിയുടെ പഴയ പേര് ഹെനരെഡ് വീഥി എന്ന് തന്നെയാണ്. ഈ 12 തെരുവുകൾ എന്നാൽ 12 ജൈന തെരുവുകൾ എന്നാണ് അർത്ഥം വരുന്നത്. അതിൽ 2 എണ്ണം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ജൈന ക്ഷേത്രം ഇപ്പോൾ സുൽത്താൻ ബത്തേരിയിലുണ്ട്. ആ ക്ഷേത്രം ഉൾപ്പെടുന്ന 12 തെരുവുകൾ ഉണ്ടെന്നാണ് ചരിത്രരേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പേരിന് ഏകദേശം 1000 വർഷങ്ങളുടെ പഴക്കമുണ്ട്. കുറുമ്പ്രനാട് രാജാവിന്റെയും കോട്ടയം രാജാവിന്റെയും നേതൃത്വത്തിൽ വയനാട് ജില്ലയിലുണ്ടായ സമയത്താണ് ഗണപതി വട്ടം എന്ന പേര് വരുന്നത്. കുറുമ്പ്രനാട് രാജാവിന്റെ 2 കോവിലകങ്ങളുള്ള സ്ഥലമാണ് സുൽത്താൻ ബത്തേരി. കോട്ടയം കുറുമ്പ്രനാട് രാജവംശം വയനാട്ടിലേക്ക് കുടിയേറിയിട്ട് ഏകദേശം 600 വർഷം മാത്രമേ ആകുന്നുള്ളൂ. അതിനു മുൻപ് ചേര, ഗംഗ, ഹൊയ്സോള, കാദംബ രാജാക്കന്മാരുടെ കീഴിലായിരുന്നു. കുറുമ്പ്രനാട് രാജാവിന്റെ കോവിലകം നിലനിന്നിരുന്നത് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗണപതി ക്ഷേത്രം അവർ പുനരുദ്ധരിക്കുകയായിരുന്നു. ആ ഗണപതി ക്ഷേത്രത്തിന്റെ ചുറ്റിലുമുള്ള സ്ഥലത്തിന് പ്രാചീനമായ രീതിയിൽ ഗണപതി വട്ടം എന്ന് പേരിടുകയായിരുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ പേര് ഹെനരെഡ് വീഥിയാണ്. ചിലപ്പോൾ കർണാടകയിലെ ചരിത്ര ഗവേഷകർക്ക് ഇതിലും പഴക്കമുള്ള മറ്റെന്തെങ്കിലും പേരും പറയാനുണ്ടാകും.